നമസ്കാരം. 10 പകലും 9 രാത്രികളോടും കൂടിയ നവരാത്രി കാലത്ത് ശ്രീ ദേവി മാഹാത്മ്യമാണ് ഓരോ ദിവസങ്ങളിലായി പറയാൻ ആഗ്രഹിക്കുന്നത്. 13 അധ്യായങ്ങളാണ് ദേവി മാഹാത്മ്യത്തിലുള്ളത്. അതിൽ 11ാമത്തെ അധ്യായം മഹാ അസുരന്മാരായ ശുംഭ നിശുംഭന്മാരെ വധിച്ച ദേവിയെ ദേവന്മാർ പ്രകീർത്തിക്കുന്ന സ്തുതികൾ മാത്രമാണുള്ളത്. ആ 11ാം അധ്യായമാണ് കഴിഞ്ഞ വർഷം നവരാത്രിയിൽ പറഞ്ഞിരുന്നത്. 9 ദിവസങ്ങളിൽ ആ ദേവി സ്തുതികൾ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ 11ാം അധ്യായം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള അധ്യായങ്ങളാണ് പറയുന്നത്. നവരാത്രി 1ാം ദിവസമായ ഇന്ന് 1ാമത്തെ അധ്യായം പറയുന്നു. ബ്രാഹ്മം, പാത്മം, വൈഷ്ണവം തുടങ്ങിയ 18 പുരാണങ്ങളിൽ 8ാമത്തേതായ മാർക്കണ്ഡേയ പുരാണത്തിലെ പ്രധാന ഭാഗമാണ് ദേവി മാഹാത്മ്യം. മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ, അതായത് ഭാരതത്തിലെ ഏതാണ്ട് മധ്യത്തിലായിട്ടാണല്ലോ ഭഗവത്ഗീത കാണുന്നത്. അതുപോലെ ആണ് മാർക്കണ്ഡേയ പുരാണത്തിൽ ഏതാണ്ട് മധ്യത്തിലായിട്ടാണ് ഈ ദേവി മാഹാത്മ്യം 13 അധ്യായങ്ങൾ വരുന്നത്. ഇതിൽ മാർക്കണ്ഡേയൻ ക്രോഷ്ടുകിയോട് മഹാമായയുടെ അനുഭാവ പ്രഭാവത്തെ വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിക്കുന്നു. സർഗം, പ്രതിസർഗം തുടങ്ങിയ പുരാണ ലക്ഷണങ്ങൾ തികഞ്ഞ കഥകളെ ക്രോഷ്ടുകിയോട് മാർക്കണ്ഡേയൻ വിവരിച്ച ശേഷം മന്വന്തരങ്ങളിൽ അതീതന്മാരായ മനുക്കളുടെ ചരിതം ഗ്രഹിപ്പിക്കുന്നു. ഇവർ ഓരോ ദേവതാ പ്രസാദത്താലാണ് ആധിപത്യത്തെ സ്ഥാപിച്ചത്. 7ാമത്തെ വൈവസ്വത മനു മത്സ്യമൂർത്തിയുടെ അനുഗ്രഹത്താലാണ് അക്കാലത്തെ ആധിപത്യത്തെ പ്രാപിച്ചത്. 8ാമത്തെ മനു എന്ന് മഹത്തുക്കൾ പറഞ്ഞു വരുന്ന സൂര്യപുത്രനായ സാവർണിയുടെ ഉദ്ഭവഹേതു വിസ്തരിച്ചു പറയുവാൻ തുടങ്ങുന്നു. പൂർവജന്മ വൃത്താന്തമടങ്ങിയ ഈ ചരിതം, അല്ലയോ ക്രോഷ്ടുകി, കണ്ടതുപോലെ കേട്ടാലും ഞാൻ നിനക്ക് കണ്ടതുപോലെ തന്നെ പറഞ്ഞു തരാം എന്ന് മാർക്കണ്ഡേയൻ പറയാണ്. സ്വതേ നശ്വരമായ ലോകത്തിൻ്റെ അസ്തിത്വത്തെ തോന്നിപ്പിക്കുന്ന ശക്തിയെ മായ എന്ന് വ്യവഹരിക്കുന്നു. നിത്യനും വിഭുവും ഏകനും സത്യനും ആനന്ദാത്മകനുമായ ആത്മാവിനെ ഞാൻ സുഖിയാണ്, ദുഃഖിയാണ് എന്നെല്ലാം തോന്നിപ്പിക്കുന്ന ശക്തിയും മായ തന്നെയാണ്. ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന ശക്തിയും മായയാകുന്നു. ഈ മഹാമായയുടെ അനുഭാവത്താൽ സൂര്യപുത്രനായ സാവർണി, മഹാഭാഗനായ സാവർണി മന്വന്തരാധിപനായി ഭവിച്ചു. ഹേ ക്രോഷ്ടുകി, ആ കഥ കേട്ടാലും ബീജശുദ്ധി, ക്ഷേത്രശുദ്ധി, ആത്മശുദ്ധി ഇവയോടുകൂടിയ ഒരുവന് മാത്രമാണ് ശ്രേഷ്ഠത്വം ലഭിക്കൂ. സൂര്യപുത്രൻ, സവർണയിൽ ജനിച്ചവൻ, മഹാഭാഗൻ എന്നീ കാരണങ്ങളാൽ ഈ 3 ശുദ്ധിയും ഉണ്ടായി. അതുകൂടാതെ കളങ്കഹീനന്റെ ചരിതം, പുണ്യവാന്റെ ചരിതം, മഹാമായ ഭഗവതിയുടെ ചരിതം എന്നീ 3 പ്രാധാന്യത പ്രസ്തുതമായ ഉപാഖ്യാനത്തിനുള്ളതിനാൽ പാപക്ഷയം, പുണ്യസിദ്ധി, അനർത്ഥശാന്തി എന്നീ പ്രയോഗങ്ങൾ അനുഭവപ്പെടുമെന്ന് വ്യക്തമാകുന്നു. അഗ്നിയുടെ പുത്രനായ സ്വാരോജിഷ മനുവിൻ്റെ കാലത്ത് ആഭിജാത്യ മഹിമയോടുകൂടിയ ചൈത്രവംശത്തിൽ സുരഥൻ ജനിച്ചു. അഖണ്ഡ ഭൂമണ്ഡലാധിപതിയായിട്ടാണ് സുരഥ രാജാവ് കഴിഞ്ഞിരുന്നത്. സുരഥ രാജാവ് സ്വന്തം ഭാര്യയിൽ ഉൽപ്പാദിപ്പിച്ച പുത്രന്മാരെ പോലെ തൻ്റെ പ്രജകളെ പരിപാലിച്ചിരുന്നു. രാജാക്കന്മാർ 5 വിധമായ ഭയത്തെ നീക്കിയിരിക്കണം. അതിൽ 5ാമത്തേതാണ് വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭയം. വന്യമൃഗങ്ങളിൽ നിന്നുള്ള ഭയത്തെ ഇല്ലാതാക്കുവാനായി സുരഥ രാജാവ് നായാട്ടിന് പോയി. തൻ്റെ അമ്പേറ്റ പന്നി മറ്റു ചില ഭൂപന്മാരുടെ, അതായത് ഭൂപന്മാർ എന്ന് പറയുമ്പോൾ രാജാവ് എന്ന നാമം മാത്രമുള്ള രാജാക്കന്മാരാണവർ. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ വലയിൽ ചെന്ന് ആ പന്നി വീഴുകയും ആ പന്നിക്ക് വേണ്ടി വിവാദമുണ്ടാവുകയും ചെയ്തു. വിവാദം വർദ്ധിച്ച് സുരഥ രാജാവിന് ശത്രുക്കളുണ്ടായി. പൂർവജന്മം ചെയ്ത ദുരിതലേശവാസനയാണ് ഈ നിസ്സാര കാരണം കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കിയത്. സുരഥന്റെ ഈശ്വരാധീനക്കുറവ് മൂലം അതിപ്രാബല്യവാന്മാരായി തീർന്ന ആ ശത്രുക്കളുമായി യുദ്ധമുണ്ടായി. ശത്രുക്കൾ ആയുധാഭ്യാസത്തിലും ധനത്തിലും ആഭിജാത്യത്തിലും പൗരുഷത്തിലും എല്ലാം സുരഥനേക്കാൾ കുറഞ്ഞവരായിരുന്നു. എന്നിട്ടും കാലം വിരുദ്ധമായിരുന്നതിനാൽ സുരഥൻ അവരോട് തോൽക്കുകയാണ് ചെയ്തത്. യുദ്ധത്തിൽ തോറ്റുപോയ സുരഥൻ സ്വപുരത്തിലെത്തി. തൻ്റെ ദേശത്തിൻ്റെ മാത്രം അധിപനായി കഴിഞ്ഞു.
അപ്പോൾ പ്രബലന്മാരായ ആ ശത്രുക്കൾ സുരഥന്റെ ദേശത്തെ ആക്രമിച്ചു. അല്ലയോ മഹാഭാഗനായുള്ള ക്രോഷ്ടുകി, നോക്കൂ, സമ്പത്തിനും ആപത്തിനും ഒരു നീതിയുമില്ല. അഖണ്ഡ ഭൂമണ്ഡലാധിപനായിരുന്ന സുരഥൻ കാലുകുത്തുവാൻ ഭൂമിയില്ലാത്തവനായി തീർന്നില്ലേ? അതുകൊണ്ട് ലൗകിക സമൃദ്ധിയെയല്ല നീ കാക്ഷിക്കേണ്ടത്, പുരുഷാർത്ഥങ്ങളിൽ അഗ്രിമമായി മോക്ഷത്തെ കാക്ഷിക്കൂ, അതിനായി പ്രവർത്തിക്കൂ എന്നിങ്ങനെ അങ്ങനെ പലതരത്തിൽ ഈ അർത്ഥം വരുന്ന തരത്തിൽ മാർക്കണ്ഡേയൻ ക്രോഷ്ടുകിയോട് പറയുന്നുണ്ട്. സുരഥൻ തൻ്റെ നഗരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നിസ്സഹായിയും ദുർബലനുമായി തീർന്നു. ദുഷ്ടന്മാരും മനോദോഷികളുമായ സുരഥന്റെ മന്ത്രിമാർ ഭണ്ഡാരത്തിലെ ധനവും സ്വാധീനമായിരുന്ന സൈന്യത്തെയും അപഹരിച്ചു. അതുകൊണ്ട് സുരഥന് വീണ്ടും സൈന്യം ശേഖരിക്കുവാനോ ഉണ്ടായിരുന്ന സൈന്യങ്ങളുമായി ചേർന്ന് യുദ്ധം ചെയ്തു മരിക്കാനോ സാധിച്ചില്ല. അമാത്യർ സുരഥന്റെ രാജചിഹ്നങ്ങളെ പോലും അപഹരിച്ചു. അനന്തരം സുരഥൻ ഒറ്റയ്ക്ക് ഒരു കുതിരയുടെ മേൽ കയറി നായാട്ടിന് പോകുന്നത് പോലെ വൻ കാട്ടിലേക്ക് തിരിച്ചു. ഇതിനിടെ പൂർവജന്മകൃതങ്ങളായ ദുഷ്കൃതങ്ങളുടെ എല്ലാം ഫലം മിക്കവാറും അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വനാന്തരത്തിൽ സിംഹവ്യാഘ്രാദി ഭീകര ജന്തുക്കളെ കാണാതെ ഒരു ആശ്രമത്തെ തന്നെ കണ്ടു. വിദ്യയിലും തപസ്സിലും അഗ്രിമസ്ഥാനത്തെത്തിയ ബ്രാഹ്മണോത്തമനായ സുമേധസിന്റെ ആശ്രമമായിരുന്നു അത്. തപപ്രഭാവത്താൽ ജന്മശത്രുക്കളായ ഗജസിംഹാദി വന്യജന്തുക്കൾ പ്രശാന്തങ്ങളായി അവിടെ കഴിഞ്ഞിരുന്നു. ശിഷ്യന്മാരാൽ അലങ്കൃതമായ സുമേധസിന്റെ ആശ്രമത്തിൽ സുരഥൻ എത്തിച്ചേർന്നു. സുരഥ രാജാവ് ആ മുനിയുടെ സൽക്കാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് അല്പസമയം അവിടെ കഴിഞ്ഞുകൂടി. അനന്തരം ആശ്രമത്തിലെ ഓരോരോ ആശ്ചര്യങ്ങൾ കണ്ടുകൊണ്ട് ഓരോരോ ഇടങ്ങളിലായി ചുറ്റി നടന്നു. അപ്പോൾ പണ്ട് അനുഭവിച്ച രാജ്യത്തെയും രാജപദവിയെയും ഓർമ്മിച്ചുകൊണ്ട് ആ മമത്വമുണ്ടായിട്ട് ഇങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങി. എൻ്റെ പൂർവന്മാർ നല്ലവണ്ണം രക്ഷിച്ചു കൊണ്ടിരുന്ന എൻ്റെ നഗരം ഇപ്പോൾ എങ്ങനെ ഞാൻ പിരിഞ്ഞിരിക്കുകയാണല്ലോ. എന്നെക്കൊണ്ട് കഴിഞ്ഞുകൂടിയെങ്കിലും എന്നോട് നന്ദികേട് കാണിച്ച് എന്നെ ആട്ടിപ്പായിച്ച എൻ്റെ ഭൃത്യന്മാർ ആ നഗരത്തെ ധർമ്മപരിപാലനം ചെയ്യുന്നുണ്ടോ ആവോ എന്നിങ്ങനെയായിരുന്നു ആ മമത കൊണ്ട് ആകർഷിക്കപ്പെട്ട സുരഥന്റെ മനോവിചാരങ്ങൾ. സുരഥന്റെ മാനസിക പ്രവർത്തനങ്ങളുടെ വിധങ്ങൾ വിവരിക്കുകയാണ്. ശൂരനും സദാ മതിച്ചിരിക്കുന്നവനുമായ എൻ്റെ ആനത്തലവൻ്റെ കഥയെന്ത്? എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ടതിനാൽ അവർ ഞാൻ രക്ഷിച്ചതുപോലെ സൂക്ഷിച്ച് രക്ഷിക്കുമോ? ആനത്തലവനെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ അനുഗാമികളായി കഴിഞ്ഞുകൂടിയ സേവകന്മാരിൽ മനസ്സ് ചെന്നെത്തിയതുകൊണ്ട് അവരെ പറ്റിയും സുരഥൻ ഇങ്ങനെ ചിന്തിച്ചു. യജമാനനെ തൃപ്തിപ്പെടുത്താനും സ്വയം ധനമാർജിക്കാനും വയറ്റുകഴുപ്പാനും എന്നിങ്ങനെ 3 വിധത്തിൽ രാജസമീപം എത്തിച്ചേരാറുള്ള സേവകന്മാർ എനിക്കുമുണ്ടായിരുന്നു. അവർ അന്യരാജാക്കന്മാരുടെ ആജ്ഞാകാരികളായി കഴിയുകയായിരിക്കുമല്ലോ. നിശ്ചയമായും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കണം. ചഞ്ചലത്തായ മനസ്സ് സേവകന്മാരെ വിട്ടിട്ട് ഭാര്യയിലും സന്താനത്തിലും പ്രാസാദങ്ങളിലും നഗരവർത്തികളായ സ്ത്രീജനങ്ങളിലും കൂടി കടന്നുപോകുന്നു. സർവാവയവ സുന്ദരിയായ അതായത് അത്രയും ആകാരവടിവുള്ള അത്രയും സുന്ദരിയായ എൻ്റെ ഭാര്യ ശത്രുക്കളുടെ കയ്യിലകപ്പെട്ട് സുഖമായി കഴിയുന്നുണ്ടോ? സൗന്ദര്യം സ്ത്രീകൾക്ക് ഉപദ്രവത്തെ ചെയ്യാമെങ്കിലും അവൾ വരാരോഹയായതിനാൽ ഉത്തമയായ ഒരു കലാംഘനയുടെ ലക്ഷണം തികഞ്ഞവളായതിനാൽ അവളെപ്പറ്റി ശങ്കിക്കുവാൻ അവകാശമില്ല. ചക്രവർത്തിയായിരിക്കേണ്ട ലക്ഷണയുക്തനായ എൻ്റെ പുത്രൻ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നുവോ ആവോ? എൻ്റെ സമീപമില്ലല്ലോ. സ്വർഗസമാനങ്ങളായി പണി ചെയ്യിപ്പിച്ച് കാവൽക്കാരെ കൊണ്ട് പരിരക്ഷിച്ചിരുന്ന എൻ്റെ ഭവനങ്ങൾ ഇന്ന് ഏത് വിധമിരിക്കുന്നു? അപ്സര സ്ത്രീകളെ പോലെ വശീകരണ പാടവം തികഞ്ഞ നഗരവാസികളായ സ്ത്രീകൾ ദുഃഖിതരായിട്ടാണോ കഴിയുന്നത്? മനസ്സ് വീണ്ടും ചലിക്കുന്നു. എൻ്റെ പൂർവന്മാരും ഞാനും പണിപ്പെട്ട് സഞ്ചയിച്ചിരുന്ന ഭണ്ഡാരം ക്ഷയിക്കുന്നുണ്ടായിരിക്കും. വേണ്ടാത്തതിനെല്ലാം ചെലവ് ചെയ്ത് ശീലിച്ചിട്ടുള്ള എൻ്റെ ശത്രുക്കൾ എപ്പോഴും വ്യയശാലികളായി തന്നെ ഇരിക്കും. അന്യൻ ആർജിച്ചവ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ നശിപ്പിക്കുക തന്നെ ചെയ്യുമല്ലോ. സ്വയം ആർജിച്ചാൽ അത് ഉണ്ടാകില്ല, അത് ചെലവഴിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്.
ചതുസമുദ്രപര്യന്തയായ ഭൂമിയുടെ ഏകനാഥനായി കഴിഞ്ഞുകൂടിയ സുരഥരാജാവ് ഇങ്ങനെ അനേക ശതം ചിന്തകൾ ഉദിക്കത്തക്ക വിധം മമതാബദ്ധനായിരുന്നു. അതിനാൽ മനസ്സിൽ നിന്നും ചിന്താതരംഗങ്ങൾ മാറുന്നതിനു മുൻപ് തന്നെ സുമേധസിൻ്റെ ആശ്രമ സന്നിധാനത്തിൽ ഒരു വൈശ്യനെ കണ്ടു. സുരഥരാജാവ് വൈശ്യനോട് ചോദിക്കുന്നു, അല്ലയോ ഭവാൻ ആര്? ഇവിടെ വന്നതിനുള്ള കാരണം എന്താണ്? കുറെ കൂടി അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഭവാനെ കണ്ടിട്ട് ഒരു ദുഃഖിതനെ പോലെ തോന്നുന്നു. അതിന് കാരണം എന്താണ്? ഭവാന്റെ മനസ്സ് എന്തോ ചിന്തകളാൽ ആകുലമായി കാണപ്പെടുന്നു. ഇതിനെല്ലാം കാരണം എന്താണ്? കണ്ണും മുഖത്തിലെ വികാരങ്ങളും സൂക്ഷിച്ചാൽ മനസ്സിലെ അന്തർഗതങ്ങൾ ഗ്രഹിക്കാം. അതുകൊണ്ട് സുരഥന്റെ ചോദ്യം അസാധുവല്ല. സുരഥരാജാവ് സ്നേഹപൂർവ്വം ചോദിച്ചതെല്ലാം കേട്ടിട്ട് വൈശ്യൻ വണക്കത്തോടുകൂടി മറുപടി പറഞ്ഞു. ധനികളുടെ കുലം എന്ന മേന്മയോടുകൂടിയ ഒരു കുടുംബത്തിൽ ജനിച്ച സമാധി എന്നു പേരുള്ള ഒരു വൈശ്യനാണ് ഞാൻ. പരദ്രവ്യം അന്യായമായി ആർജിക്കുന്ന ശീലവും തൻ്റെ ധനം വിനിയോഗിക്കുന്നതിൽ അസഹിഷ്ണുതയും കാണിക്കുന്ന ലോഭവാന്മാരും ദുർബുദ്ധികളുമായ പുത്രരും ഭാര്യയും എന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, അല്ല ആട്ടിപ്പായിച്ചിരിക്കുകയാണ്. എൻ്റെ സ്വന്തം ആളുകളും ഭാര്യാപുത്രാദികളും കൂടി എന്നെ പിടിച്ചുകെട്ടുകയും എൻ്റെ ധനം അപഹരിക്കുകയും ചെയ്തു. അനന്തരം എൻ്റെ ആത്മബന്ധുക്കൾ എന്നെ അഴിച്ചുവിട്ട് ആട്ടിപ്പായിച്ചു. ഞാൻ ദുഃഖമാകുന്ന ഒരു കൂട്ടുകാരനോടുകൂടി ഈ വനത്തിൽ വന്നു ചേർന്നു. ഈ വനാന്തരത്തിൽ എത്തിച്ചേർന്ന എനിക്ക് എന്നോടുള്ള സ്നേഹലേശമില്ലാതെ പെരുമാറിയ പുത്രരുടെയും സ്വജനങ്ങളുടെയും ഭാര്യയുടെയും കുശലാകുശലങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാഞ്ഞിട്ടുള്ള വിഷമതയാണുള്ളത്. എൻ്റെ സ്വജനങ്ങളുടെ പ്രവൃത്തികൾ എന്തെല്ലാമായിരിക്കാം? എൻ്റെ മനസ്സ് ഈ വക വിചാരങ്ങളാൽ ആകുലമായിരിക്കുന്നു. എന്നോട് ദയയില്ലാതെയും സ്നേഹമില്ലാതെയും പെരുമാറിയ അവരോട് വിപരീതമായി വർത്തിക്കുന്നതിനു പകരം അവരോട് സ്നേഹമാണ് എൻ്റെ ഹൃദയത്തിൽ ഉദിക്കുന്നത്. ഇപ്പോൾ അവർ ഗൃഹത്തിൽ ക്ഷേമമായി കഴിയുന്നുവോ, അതോ രക്ഷാരഹിതരായിട്ടാണോ ഇനി കഴിയുന്നുണ്ടാവുക? അവർ എങ്ങനെയാണ് വർത്തിക്കുന്നത്? സദ്വൃത്തരായിട്ടാണോ അതോ ദുർവൃത്തരായിട്ടാണോ? അവരുടെ ജനനത്തിന് ഞാൻ കാരണക്കാരനാണ് എന്നല്ലാതെ അവർ എൻ്റെ പുത്രരല്ല. ഇഹലോകത്തിൽ ദുഃഖത്തിൽ നിന്നും പരലോകത്തിൽ നരകത്തിൽ നിന്നും പിതൃക്കളെ രക്ഷിക്കുന്നവരാണ് പുത്രർ. ഇവർ എന്നെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. സുരഥരാജാവ് വൈശ്യനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിന്റെ ധനവും അപഹരിച്ച് നിന്നെ വനമധ്യത്തിലേക്ക് ആട്ടി ഓടിച്ചവരായ പുത്രന്മാരെയും ഭാര്യയെയും സ്നേഹപൂർവ്വം വിചാരിക്കുന്നതായി ഭവാന്റെ വാക്കുകൾ കേട്ടിട്ട് തോന്നുന്നു. അതിനെന്താണ് കാരണം? ലോക സ്വഭാവം ആധാരമാക്കി നോക്കുമ്പോൾ പ്രതികാര ബുദ്ധിയല്ലേ നിനക്കുണ്ടാകേണ്ടത്? അല്ലയോ രാജാവേ, അങ്ങ് എന്നെ പറ്റി പറയുന്നത് ശരി തന്നെയാണ്. ഈ വൈശ്യൻ മറുപടി പറയാണ് രാജാവിനോട്, അങ്ങ് ചിന്തിച്ചതെല്ലാം ശരി തന്നെയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മനസ്സ് നിഷ്ഠൂരമായി തീരുന്നില്ല. എനിക്ക് സ്നേഹമുണ്ടാകാൻ അവകാശമില്ലാത്ത അവരെ എൻ്റെ ഹൃദയം വിട്ടുപിരിയുന്നില്ല. ധനലുബ്ധന്മാരായ പുത്രന്മാർ പിതാവെന്നുള്ള സ്നേഹത്തെയും ഭാര്യ ഭർത്താവെന്നുള്ള സ്നേഹത്തെയും സ്വജനങ്ങൾ ബന്ധുവെന്നുള്ള സ്നേഹത്തെയും ഉപേക്ഷിച്ചാണ് എന്നോട് പെരുമാറിയത്. എങ്കിലും എൻ്റെ മനസ്സ് അവരിൽ സ്നേഹപരവശമായിട്ടിരിക്കുന്നു. ബന്ധുക്കളുടെ ഗുണം സ്നേഹിക്കുകയാണല്ലോ, അതില്ലാതിരുന്നിട്ടും അവരോട് എനിക്ക് സ്നേഹം തോന്നുന്നു. എൻ്റെ മനസ്സ് പ്രേമപ്രവണമായി അവരുടെ പിന്നാലെ പാഞ്ഞെത്തുന്നു. ഇതിനെന്തായിരിക്കും കാരണം? എല്ലാം അറിവുണ്ടെന്ന് ഭാവിക്കുന്ന എനിക്ക് ഒന്നും അറിവാകുന്നില്ല. അങ്ങ് മഹാമതിയാണല്ലോ, എല്ലാം അറിയാവുന്നവനാണല്ലോ. അവരെ പറ്റി വിചാരിക്കും തോറും എനിക്ക് നെടുവീർപ്പുണ്ടാകുന്നു. മനസ്സിനെ ഹിതമല്ലാതെയും തീരുന്നു. അപ്രിയം തോന്നിക്കേണ്ട അവരോട് എൻ്റെ ഹൃദയം നിഷ്ഠൂരമായിരിക്കുന്നില്ലല്ലോ. എൻ്റെ ഹൃദയം പ്രതികൂലിയാകാത്തത് എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? മാർക്കണ്ഡേയൻ കഥ തുടരുകയാണ്. അപ്പോൾ മാർക്കണ്ഡേയൻ പറയാണ്, സുരഥരാജാവ് വൈശ്യൻ്റെ വാക്കുകൾ കേട്ട് തനിക്കുണ്ടായ മമത്വത്തെ പറ്റിയും അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ ബുദ്ധിയിൽ എത്തപ്പെടാത്ത ഒരു കാര്യമാണിത്. മഹത്തുക്കളെ സമീപിച്ച് ഇതിന് സമാധാനം കാണാം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ സുമേധസ് എന്ന മഹർഷിയെ സമീപിച്ചു. തുല്യ ദുഃഖിതരായ രണ്ടുപേരാണ് മഹർഷിയുടെ സന്നിധാനത്തിൽ എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും അറിയേണ്ടത് അവരുടെ മമത്വ കാരണം മാത്രമാണ്. പൂജ്യരായ ആളുകളെ സമീപിക്കുമ്പോൾ
പൂജിക്കേണ്ടവരായ ആളുകളെ സമീപിക്കുമ്പോൾ വിനയാന്വിതനായിരിക്കണം. ഉപചാരങ്ങൾ ആചരിച്ചിരിക്കണം. ദുർമുഖം കാട്ടാതെ ചെറുപുഞ്ചിരി തൂകണം. സ്വരത്തിൽ ഗർവമോ കഠിനതയോ തോന്നാതെ മധുരാക്ഷരങ്ങളെ ഉച്ചരിക്കണം. ഇങ്ങനെ പൂജ്യനായ മഹർഷിയുടെ സന്നിധാനത്തിലെത്തിയ സുരഥനും സമാധിയും വേണ്ടവണ്ണം ആചാരങ്ങൾ നടത്തി അവനവന് യോഗ്യമായ ആസനങ്ങളിൽ ഇരുന്നു. അനന്തരം ചില കഥകൾ തുല്യ ദുഃഖിതനായ രാജാവും വൈശ്യനും മഹർഷിയോട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ രാജാവ് പറയാണ്, സർവജ്ഞനായ മഹർഷിയെ സമീപിച്ച് സംശയ നിവൃത്തി വരുത്താൻ ആഗ്രഹിച്ച തുല്യദുഃഖിതരായ അവർ കഥകൾ പറഞ്ഞ് കാലം കഴിക്കുകയല്ല ചെയ്തത്. ഭഗവാനെ, സർവവും അറിയാവുന്ന മഹാത്മാവേ, ഞാൻ അവിടുത്തെ സന്നിധാനത്തിൽ ഒരു കാര്യം ചോദിക്കുന്നു. അതിന് സമാധാനമരുളിയാലും. എൻ്റെ ശത്രുക്കൾ രാജ്യം അപഹരിച്ചു. ഞാൻ ഈ വനാന്തരത്തിൽ ഒളിച്ചോടി അഭയം പ്രാപിച്ചു. എന്നിട്ടും എൻ്റെ രാജ്യാംഗങ്ങളായ മന്ത്രിമാരിലും സൈന്യങ്ങളിലും ഭണ്ഡാരത്തിലുമെല്ലാം മമതയുണ്ടായി എൻ്റെ ഹൃദയം അവരുടെ പുറകെയെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വിചാരം മനസ്സിനെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു. എൻ്റെ ബുദ്ധി എനിക്ക് അധീനമല്ലാതെ ഇരിക്കുന്നു. എല്ലാം അറിയുന്ന ഞാൻ വെറും അജ്ഞനെ പോലെയായി തീർന്നു പോകുന്നു. ഇതിനെന്താണ് കാരണം എന്നിങ്ങനെ രാജാവ് മുനിസത്തമ്മനോട് ചോദിച്ചു. സുരഥൻ കൂട്ടുകാരനായി കൊണ്ടുചെന്ന വൈശ്യൻ്റെ കഥയെയും അറിയിക്കുന്നു. എന്നോടൊന്നിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ വൈശ്യനും എന്നെ പോലെ ദുഃഖിതനാണ്. ഭാര്യാപുത്രാദികളാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. സ്വജനങ്ങളും ഭൃത്യന്മാരും ഈ വൈശ്യനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എങ്കിലും അവരിൽ സ്നേഹപരവശമായ ഒരു ഹൃദയമാണ് ഈ വൈശ്യനുള്ളത്. ഈ വണ്ണമെല്ലാം ഇരിക്കുന്ന ഈ വൈശ്യനും ഞാനും അത്യന്ത ദുഃഖിതനും തുല്യതയെ പ്രാപിച്ചിരിക്കുന്നവരുമാണ്. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഭൃത്യന്മാർ, പുത്രന്മാർ, ഭാര്യ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ മമത്വം ഹേതുവായി ആകർഷിക്കപ്പെട്ടിരുന്ന ഹൃദയത്തോടു കൂടിയിരിക്കുന്നു. ആ വിഷയങ്ങളിൽ ദോഷം പ്രത്യക്ഷമായി ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് താനും. ഇതിനെന്താണ് കാരണം? ഇതുപോലെ ഈ മോഹം എനിക്കും ഈ വൈശ്യനും ഉണ്ടാകുന്നു. ഗുണദോഷങ്ങളെ വേർതിരിച്ചറിയുന്ന വിവേകം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്താണ് ഈ മൂഢതയ്ക്ക് കാരണം? അരുളി ചെയ്താലും എന്നിങ്ങനെ തങ്ങളുടെ അറിവിൽപ്പെട്ട കാര്യങ്ങളെ വിദ്യ കൊണ്ടും തപസ്സുകൊണ്ടും ദിവ്യനായി തീർന്നിരിക്കുന്ന മുനിസത്തമ്മനോട് സുരഥ മഹാരാജാവ് ചോദിച്ചു. മഹർഷി ഇതിനുള്ള സമാധാനം ചിന്തിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഋഷി പറയുന്നു, ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾക്ക്, അതായത് കണ്ണ് തുടങ്ങിയ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് വിഷയമായ ജ്ഞാനം നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജന്തുക്കൾക്കുമുണ്ട്. പരമാത്മജ്ഞാനം പക്ഷേ എല്ലാ ജന്തുക്കൾക്കുമില്ല. ഇന്ദ്രിയ വിഷയമായി ജ്ഞാനം വേർതിരിഞ്ഞ് ജാതികളിൽ ഭിന്ന ഭിന്നമായി ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കും എല്ലാ ജന്തുക്കൾക്കും. വിഷയഗ്രഹണത്തിൽ ഭിന്നത കാണാൻ എന്താണ് കാരണം? ചില പ്രാണികൾ പകല് കണ്ണു കാണാൻ കഴിയാത്തവരാണ്. മറ്റു ചിലതുകൾ രാത്രിയിൽ കാഴ്ചയില്ലാത്തവയാണ്. വേറെ ചില പ്രാണികൾ രാത്രിയും പകലും കണ്ണു കാണാൻ കഴിയാത്തവയാണ്. രാപ്പകൽ ഭേദമില്ലാത്ത കാഴ്ചയുള്ളവകളാണ് ചില ജന്തുക്കൾ. പശുപക്ഷി മൃഗാദികൾ വിഷയജ്ഞാനം കൊണ്ട് ജ്ഞാനികളാണല്ലോ. അതുപോലെ മനുഷ്യരും വിഷയജ്ഞാനം കൊണ്ട് ജ്ഞാനികൾ തന്നെ എന്ന് നമുക്ക് അംഗീകരിക്കാം. മനുഷ്യജാതിയുടെ ജ്ഞാനത്തിനുള്ള വ്യത്യാസം വിവരിക്കുകയാണ്. മൃഗപക്ഷ്യാദികളിൽ കാണുന്ന ജ്ഞാനമല്ല മനുഷ്യനുള്ളത്. മൃഗങ്ങൾ ബന്ധുവിനെയും ശത്രുവിനെയും അറിയുന്നത് ഘ്രാണേന്ദ്രിയം കൊണ്ടാണ്. ചക്ഷുരിന്ദ്രിയം കൊണ്ടാണ് അതിസൂക്ഷ്മങ്ങളായ ധാന്യങ്ങളെയും മത്സ്യങ്ങളെയും മറ്റും പക്ഷികൾ കണ്ടറിയുന്നത്. എന്നാൽ മനുഷ്യരിൽ ഈശ്വരനെ സംബന്ധിച്ചുള്ള ജ്ഞാനം കാണുന്നു. ആ ജ്ഞാനം മനുഷ്യജാതിക്ക് പൊതുവായിട്ടുള്ളതല്ല. ഏറ്റവും കുറഞ്ഞവർക്ക് മാത്രം ആണ് ഇതുണ്ടാവുള്ളൂ. അതായത് 1,00,000 എന്നൊക്കെയാണ് അതിന് പറയാം. ആ പരമാത്മജ്ഞാനത്തിന് അർഹരായിട്ടുള്ളവർ. വിഷയജ്ഞാനം 2 കൂട്ടർക്കുമുണ്ട്. അതായത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും തുല്യമായി തന്നെയുണ്ട്. വിഷയജ്ഞാനം പക്ഷികൾക്കുമുണ്ട്. വിശപ്പ് കൊണ്ട് പരവശങ്ങളായിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോലും പക്ഷികൾ, നമുക്ക് ദൃശ്യമായിരിക്കുന്ന ഈ പക്ഷികൾ തങ്ങളുടെ കൊക്കുകളിൽ ആഹാരം ശേഖരിച്ച് കുഞ്ഞുങ്ങൾക്കായി കൊണ്ടുകൊടുക്കുന്നു. അതിന് കാരണം മോഹമാകുന്നു. പ്രത്യുപകാരം ഉണ്ടാകും എന്നുള്ള വിചാരം ഇല്ലാതിരിക്കെ തങ്ങളുടെ സന്താനങ്ങളോട് സ്നേഹാധിക്യം കാണിക്കുന്ന പക്ഷികൾ വിഷയജ്ഞാനമുള്ളതാണ്. അങ്ങനെ വിഷയജ്ഞാനമുള്ളത് കൊണ്ടാണ് അവർ ആ കൊക്കുകളിൽ സൂക്ഷിച്ചത് കൊണ്ടുകൊടുക്കുന്നത്.
അങ്ങനെയുള്ളതാണെങ്കിലും മോഹപരവശങ്ങളായിട്ടിരിക്കുന്നു. ഹേ രാജശ്രേഷ്ഠ, അങ്ങ് ഈ ലോകത്തിലുള്ള അനുഭവങ്ങൾ കാണുന്നില്ലേ? മനുഷ്യർ പുത്രന്മാരെക്കുറിച്ച് അതിയായ അഭിലാഷമുള്ളവരാകുന്നു. പുത്രൻ സമർത്ഥനായി വന്നാൽ അവൻ എന്നോട് ചേർന്ന് ധാരാളം ധനാദി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കും എന്നിങ്ങനെയുള്ള ലോഭചിന്തയും, പുത്രരെ വളർത്തിവിട്ടാൽ പിതാവ് വൃദ്ധനാകുമ്പോൾ രക്ഷിക്കുമെന്നുള്ള പ്രത്യുപകാര പ്രതീക്ഷയുമാണ് മനുഷ്യർ പുത്രരിൽ സാഭിലാഷന്മാരാകാനുള്ള കാരണം. നാം ഇക്കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് അല്ലയോ രാജാവേ, അങ്ങ് കാണുന്നില്ലേ? ഏകനും നിത്യനും ആനന്ദാത്മകനുമായ ആത്മാവിന് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നെല്ലാം തോന്നിപ്പിക്കുന്ന ദേഹാദി ഉപാധിയുടെ പാലനത്തിനായിട്ടാണ് മഹാമായ പ്രഭാവം മനുഷ്യരെ മമതയോടുകൂടിയ ആ കൊടും ചുഴിയോടുകൂടിയ മോഹഗർത്തത്തിൽ പതിപ്പിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾക്ക് പുത്രരെക്കുറിച്ച് സ്നേഹമില്ലാതെ വരുന്നുവെങ്കിൽ സ്തന്യം കൊടുക്കുവാൻ ആരാണുള്ളത്? അവരുടെ രക്ഷണം ആര് നിർവഹിക്കും? അതിരില്ലാതെ വരുമ്പോഴല്ലേ സംസാര വിച്ഛിത്തി. അതിനാൽ സംസാരസ്ഥിതി പാലനത്തിനാണ് മഹാമായ തൻ്റെ പ്രഭാവത്താൽ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. രാജാവിൻ്റെ ആദ്യത്തെ ചോദ്യത്തിനുത്തരം കിട്ടിയത് ഇപ്പോഴാണ്. അതുകൊണ്ട് വിസ്മയാകുലനായി തീർന്നത് കണ്ടിട്ട് മഹർഷി പറയുന്നു, ഈ മഹാമായ ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരകനായ മഹാവിഷ്ണുവിന് പോലും മോഹഹേതുവായി തീർന്നിരിക്കുന്നു. യോഗനിദ്രയാകുന്ന മഹാമായ മഹാവിഷ്ണുവിനെ പോലും മോഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഹേ രാജശ്രേഷ്ഠ, അങ്ങ് വിസ്മയപ്പെടേണ്ട. ഈ ഷഡ്ഗുണ പരിപൂർണയായ ദേവി മഹാമായ ജ്ഞാനികളുടെ ഹൃദയത്തെ പോലും ബലമായി ആകർഷിച്ച് മോഹത്തിനെ അടിമയാക്കി തീർക്കുന്നു. ചരവും അചരവുമായ, അതായത് സ്ഥാവരവും ജംഗമവുമായ ഈ ജഗത്ത് മുഴുവനും ഈ മഹാമായ നാനാതരത്തിൽ മോഹിപ്പിക്കുന്നു. ഉപദ്രവകരമായ രീതിയിലല്ല. ഈ ഭഗവതി പ്രസന്നയായാൽ അഭീഷ്ടത്തെ തരുന്നവളാണ്. മനുഷ്യർക്ക് മുക്തിയെ പോലും കൊടുക്കുവാനുള്ള ശക്തി ഈ ഭഗവതിക്കുണ്ട്. ഈ ഭഗവതി മുക്തിക്ക് ഹേതുഭൂതയായ ബ്രഹ്മവിദ്യയാകുന്നു. ആ ബ്രഹ്മവിദ്യയാകുന്നു നിത്യയാകുന്നു, സംസാരബന്ധത്തിന് കാരണഭൂതയാകുന്നു. ബ്രഹ്മാദി സർവേശ്വരന്മാർക്കും, ബ്രഹ്മാവ് തുടങ്ങിയ സർവ ഈശ്വരന്മാർക്കും നിയാമികയായ ഈശ്വരിയാകുന്നു ആ മഹാമായ ഭഗവതി. അപ്പോൾ രാജാവ് പറയുന്നു, മഹാമായ പ്രഭാവം ഗ്രഹിച്ചപ്പോൾ വിസ്മിതനായ രാജാവ് ഭഗവാനായ മുനിസത്തമനോട് പറയാണ്, അല്ലയോ മുനിസത്തമ, അങ്ങ് മഹാമായ എന്ന് പറയുന്ന ആ ദേവി ആരാണ്? അങ്ങ് മഹാമായ എന്ന് പറഞ്ഞുവല്ലോ, ആ ദേവി ആരാണ്? സനാതനി, അതായത് നിത്യയാണെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. എങ്കിൽ ആ ദേവി എങ്ങനെ ജനിച്ചു? ആ ഭഗവതിയുടെ കർമ്മം എന്താണ് എന്നിങ്ങനെ ചോദിക്കുന്നു. പരബ്രഹ്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ ഹേ മഹർഷേ, നിഗ്രഹാനുഗ്രഹ സ്വഭാവങ്ങളിൽ ഏതൊരു സ്വരൂപമാണ് ദേവിക്കുള്ളത്? സാത്വിക രാജസ താമസ സ്വരൂപങ്ങളിൽ ഏതൊരു സ്വരൂപമാണ് ഈ ദേവി ധരിക്കുന്നത്? ഭഗവതി യോനിജയോ അയോനിജയോ? ഇതെല്ലാം അങ്ങയിൽ നിന്നും അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുരഥരാജാവിൻ്റെ ഔചിത്യപൂർവമുള്ള ചോദ്യം കേട്ടിട്ട് മഹർഷി ഭഗവതിയുടെ സ്വഭാവ സ്വരൂപാദികളെയും സമുൽപ്പത്തി പ്രകാരങ്ങളെയും വിവരിക്കുന്നു. ആ ഭഗവതി നിത്യ തന്നെയാണ്. ഉൽപ്പത്തി വിനാശങ്ങളില്ല. ജഗത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനവും ഭഗവതി തന്നെയാണ്. ഈ ലോകം മുഴുവൻ ഭഗവതിയാൽ വ്യാപ്തമായിരിക്കുന്നു. കാര്യരൂപമായ ജഗത്തിൽ കാരണരൂപേണ വ്യാപ്തമായിരിക്കുന്നു. കുടത്തിൽ മണ്ണ്, മുണ്ടിൽ നൂല്, കുണ്ഡലത്തിൽ സ്വർണം ഇവയുടെ കാര്യകാരണ ബന്ധം പോലെ ഭഗവതി ജഗത്തിങ്കൽ വ്യാപ്തമായിരിക്കുന്നു. എങ്കിലും നാനാതരമായി ഭഗവതിയുടെ ഉൽപ്പത്തി പ്രകാരങ്ങളെ ഹേ രാജാവേ കേട്ടാലും. ദേവന്മാരുടെ കഷ്ടതകളെ പരിഹരിക്കാനായി പ്രത്യക്ഷപ്പെടാറുള്ള ഭഗവതിയെ അപ്പോൾ ജനിച്ചതാണെന്ന് പറയപ്പെടുന്നു. പ്രത്യക്ഷപ്പെടുകയും മറയുകയും ചെയ്യുന്നതിനെ നമ്മെ ബാധിച്ചിരിക്കുന്ന മായാപ്രഭാവത്താൽ ഉൽപ്പത്തി വിനാശങ്ങളായി പറയുന്നു എന്നല്ലാതെ ആ ഭഗവതി നിത്യയായി തന്നെ സ്ഥിതി ചെയ്യുന്നു. കൽപ്പാന്തകാലത്ത് ലോകം പ്രളയസമുദ്രത്തിൽ മുക്കപ്പെട്ടു. അനന്തരം അനന്തൻ എന്ന നാഗത്തെ മെത്തയാക്കി പ്രഭുവായ മഹാവിഷ്ണു, ആ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയെ പ്രാപിച്ചു.
യോഗനിദ്രയെ പ്രാപിച്ച അവസരത്തിൽ വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും മധു, കൈഠഭൻ എന്നിങ്ങനെ പ്രസിദ്ധന്മാരായ 2 ഘോരന്മാരായ അസുരന്മാരുണ്ടായി. അവർ ബ്രഹ്മാവിനെ നിഗ്രഹിക്കുവാനായി ഒരുമ്പെട്ടു. ബ്രഹ്മാവ് ഈ മധുകൈഠഭന്മാർ തന്നെ നിഗ്രഹിക്കാൻ വരുന്നത് കണ്ടിട്ട് മധുകൈഠഭന്മാർ നിർദ്ധയഹൃദയരും നിർദ്ധയ ഭാഷണന്മാരും നിർദ്ധയ കർമ്മം ചെയ്യുന്നവരുമാണ്. ഈ അസുരന്മാർ തന്നെ നിഗ്രഹിക്കുവാൻ വരുന്നത് കണ്ടിട്ട്, ആ ഉഗ്രന്മാരായി മുന്നോട്ട് വരുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് ഭയപ്പെടുക തന്നെ ചെയ്തു. ബ്രഹ്മാവ് തൻ്റെ ആശ്രയസ്ഥാനമായ വിഷ്ണുവിനെ നോക്കി. ആ ഭഗവാന്റെ യോഗനിദ്രയിൽ, ഭഗവാന്റെ നയനങ്ങളിൽ ഭഗവതി മഹാമായ നിദ്രാരൂപയായി സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മാവിനെ വിഷ്ണുവിനെ ഉണർത്തണം. കണ്ണുകളിൽ സ്ഥിതി ചെയ്യുന്ന നിദ്രാഭഗവതി മാറിപ്പോകാതെ യോഗനിദ്രയിൽ നിന്ന് വിഷ്ണു എങ്ങനെ ഉണരും? അതുകൊണ്ട് ദേവിയെ ബ്രഹ്മാവ് ഇപ്രകാരം സ്തുതിക്കുന്നു. വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം സ്തൗമി നിദ്രാം ഭഗവതി വിഷ്ണോരതുല തേജസ. സാദൃശ്യം പറയാൻ ഒന്നുമില്ലാത്ത തേജപ്രഭാവത്തോടു കൂടിയ വ്യാപനശീലനായ വിഷ്ണുവിൻ്റെ യോഗനിദ്രയെ ഞാൻ സ്തുതിക്കുന്നു. ഹേ ഭഗവതി, അവിടുന്ന് വിശ്വത്തിൻ്റെ നിയാമികയല്ലേ? ത്രിമൂർത്തികളും ഭഗവതിയുടെ അധീനതയിലാണല്ലോ വർത്തിക്കുന്നത്. ജഗത്തുകൾക്കെല്ലാം ആധാരഭൂതയും അവിടുന്നല്ലേ? ജഗത്തിൻ്റെ സ്ഥിതി, സംഹാരം ഇവയെയും ഭഗവതിയല്ലേ ചെയ്യുന്നത്? അല്ലയോ ഭഗവതി, എൻ്റെ സ്തുതി അവിടുന്ന് സ്വീകരിക്കണമേ. ഞാൻ സ്തുതിക്കുന്നു. ത്വം സ്വാഹ ത്വം സ്വധാ ത്വം ഹി വഷട്കാര സ്വരാത്മിക സുധാ ത്വമക്ഷരേ നിത്യേ ത്രിധാ മാത്രാത്മിക സ്ഥിത അർദ്ധമാത്രാസ്ഥിത നിത്യ യാനുച്ചാര്യ വിശേഷത ത്വമേവ സന്ധ്യാ സാവിത്രി ത്വം വേദജനനീ വര. ദേവതാ പൂജാ സന്ദർഭത്തിൽ പൂജകന്മാർക്ക് ഫലത്തെ അനുഗ്രഹിക്കുന്ന സ്വാഹാമന്ത്രം ദേവിയാകുന്നു. പിതൃപൂജാ സന്ദർഭത്തിൽ പിതൃപൂജാമന്ത്രമാകുന്ന സ്വധാമന്ത്രം ദേവിയാകുന്നു. പൂജകന്മാർക്ക് സന്തതി പ്രാപ്ത്യാദി ഫലത്തെ അനുഗ്രഹിക്കുന്നതും ഭഗവതി തന്നെയാണ്. യാഗരക്ഷാർത്ഥം വജ്രസ്വരൂപമായി സങ്കല്പിച്ചിട്ടുള്ളതും യാഗാഗ്നിയിൽ ഹവിസ് പ്രോക്ഷണം ചെയ്യുമ്പോൾ ഉച്ചരിക്കപ്പെടുന്നതും ദേവി ഭഗവതി തന്നെയാണ്. സ്വരങ്ങളുടെ സ്വരൂപമായി വർത്തിക്കുന്നതും ദേവി തന്നെയാണ്. സുധ, അതായത് അമൃതായി തീർന്ന് ദേവന്മാർക്ക് മരണാദികൾ ഇല്ലാതാക്കുന്നതും ദേവി തന്നെയാണ്. നിത്യമായ പ്രണവശബ്ദത്തിൽ അകാര, ഉകാര, മകാര രൂപങ്ങളായ 3 പ്രകാരമുള്ള മാത്രാരൂപേണ സ്ഥിതി ചെയ്യുന്നതും ദേവി തന്നെയാണ്. പ്രണവത്തിൻ്റെ, അതായത് ഓംകാരത്തിൻ്റെ അർദ്ധമാത്രാരൂപമായ ബിന്ദു ആയിരിക്കുന്നതും ദേവി തന്നെയാണ്. അചിന്ത്യയായും സ്വരാക്ഷരങ്ങളില്ലാതെ ഉച്ചരിക്കാൻ സാധ്യമല്ലാത്തതായും ഇരിക്കുന്ന ദേവി മനുഷ്യരാശികൾ ഈശ്വരചിന്താപരരായി കഴിയേണ്ട പൂർവസന്ധ്യ, അപരസന്ധ്യ എന്നിങ്ങനെ സന്ധ്യാസമയത്തെ സ്വരൂപമായി അത് ഉണ്ടാക്കുന്നവളായിരിക്കുന്നതും ആ ദേവി തന്നെയാണ്. വൈദിക കർമ്മങ്ങൾക്ക് മുഖ്യമെന്ന് വിധിയുള്ള സന്ധ്യാകാലത്തിൽ ബ്രാഹ്മണരാൽ ഉപാസിക്കപ്പെടുന്ന ഗായത്രി രൂപിണി ഭഗവതിയാകുന്നു. ശ്രേഷ്ഠയായ ഉത്തമയായ വേദജനനിയും ഭഗവതി തന്നെയാണ്. ത്വയൈതത് ധാര്യതേ സർവം ത്വയൈതത് സൃജ്യതേ ജഗത് ത്വയൈതത് പാല്യതേ ദേവി ത്വമഭ്യന്തേത്സി സർവത. എല്ലാ കൽപ്പകാലങ്ങളിലും ഭഗവതി തന്നെയാകുന്നു ഇതിനെ, അതായത് ഈ ജഗത്തിനെ ധരിക്കുന്നതും സൃഷ്ടിക്കുന്നതും പാലിക്കുന്നതും. അവസാനമായി സംഹരിക്കുന്നതും ഈ ദേവി തന്നെയാണ്. വിസൃഷ്ടൗ സൃഷ്ടിരൂപാസ്തൗ സ്ഥിതിരൂപാച്ച പാലനായി തഥാ സംഹൃതി രൂപാന്തേ ജഗതോസ്യ ജഗന്മയേ. ദേവി ജഗത് സ്വരൂപിണിയാണെന്നും വേദപ്രതീതിയല്ലെന്നും വ്യക്തമാകുന്നു. ഹേ ജഗത് സ്വരൂപിണിയായ ദേവി, ലോകസൃഷ്ടി നടത്തുമ്പോൾ സൃഷ്ടിരൂപിയായി സൃഷ്ടിക്കുന്നതും സൃഷ്ടിക്കേണ്ടതുമായ സാധനഭൂതയായിരിക്കുന്നതും ദേവി തന്നെയല്ലേ? പാലിക്കുന്നതും പാലിച്ചുകൊണ്ടിരിക്കുന്ന ജഗത്തും അവിടുന്ന് തന്നെയാണല്ലോ. ഈ ജഗത്തിൻ്റെ അവസാനത്തിൽ സംഹരിക്കുന്ന പ്രവർത്തകയും സംഹർത്തവ്യമായ ജഗത്തും ഹേ ജഗത് സ്വരൂപിണിയായ ദേവി അവിടുന്നാണല്ലോ. സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങളിൽ രജസ്, സത്വം, തമസ് എന്നീ 3 ഗുണങ്ങളാൽ മിശ്രിതമായ കർമ്മങ്ങളായും ഇരിക്കുന്നത് ദേവി തന്നെയാണല്ലോ.
മഹാവിദ്യ മഹാമായ മഹാമേധ മഹാസ്മൃതി മഹാമോഹ ഭഗവതി മഹാദേവി മഹേശ്വരി. വിദ്യ കൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുകയും മായ കൊണ്ട് എല്ലാറ്റിനെയും മറയ്ക്കുകയും ചെയ്യുന്ന വിദ്യാവിദ്യകളാകുന്ന ഈശ്വരി, ശക്തിയായിരിക്കുന്ന ദേവി, എല്ലാറ്റിൻ്റെയും അർദ്ധധാരണത്തിൽ, സർവത്തിൻ്റെയും അർദ്ധധാരണത്തിൽ സാമർഥ്യം കൊടുക്കുന്ന മേധയായിരിക്കുന്ന ഹേ ദേവി, കഴിഞ്ഞതിനെയെല്ലാം അതേപടി ഓർമ്മിപ്പിക്കുന്ന അല്ലയോ ദേവി, ഭാര്യാപുത്രാദികളാൽ മമത്വത്തെ ഉണ്ടാക്കി മോഹരൂപമായ ഹേ ദേവി, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിങ്ങനെയുള്ള 6 തികഞ്ഞിരിക്കുന്ന ഭഗവതി, മഹനീയയായ ഹേ ദേവി, ത്രിമൂർത്തികളെ പോലും നിയന്ത്രിക്കുന്ന ഹേ മഹേശ്വരി, ദേവിയെ ഞാൻ സ്തുതിക്കുന്നു. പ്രകൃതിസ്ത്വം ച സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രിശ്ച ദാരുണ. ഇക്കാണുന്ന സർവത്തിനും പ്രകൃതിയായി ഉപാദാന കാരണമായിരിക്കുന്ന ഹേ ദേവി, സത്വരജസ്തമോ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഭഗവതി, കൽപ്പപ്രളയവും മന്വന്തര പ്രളയവുമാകുന്ന ഭയങ്കരമായ അന്ധകാരത്തെ ജനിപ്പിക്കുന്ന ഭഗവതി, സംസാരത്തിൽ വ്യാമോഹിപ്പിച്ച് മോക്ഷം വരുന്നതുവരെ സംസാരികളെ വട്ടം കറക്കുന്നതും ഭയങ്കരിയുമായിരിക്കുന്ന ഹേ ഭഗവതി, ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. ത്വം സ്ത്രീത്വമീശ്വരി, ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണ, ലജ്ജാപുഷ്ടിസ്തഥാ തുഷ്ടി, ത്വം ശാന്തി ക്ഷാന്തിരേവച. ഹേ ദേവി, ശ്രീമത്വമുള്ളവരിൽ ശ്രീരൂപേണയും ഈശ്വരത്വമുള്ളവരിൽ ഐശ്വര്യരൂപേണയും അകർത്തവ്യങ്ങൾ ചെയ്യുന്നതിൽ അങ്ങനെ അകർത്തവ്യങ്ങൾ ചെയ്യുന്നതിന് ഒരുങ്ങുമ്പോൾ ലോകരെ ശങ്കിച്ചിട്ട് ചെയ്യരുത് എന്നുള്ള ലജ്ജയുടെ സ്വരൂപമായും ജ്ഞാനസ്വരൂപമായ ബുദ്ധിയായും ലജ്ജാസ്വരൂപമായും സമൃദ്ധി സ്വരൂപമായും സന്തോഷസ്വരൂപമായും ഇന്ദ്രിയ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നവളായും ക്ഷമാസ്വരൂപമായും വർത്തിക്കുന്നത് അവിടുന്നാണല്ലോ. ഗഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥ ശങ്കിനി ചാപിനി ബാണ മുസ്ത്രിണി പരിഘായുധേ. ദുഷ്ടനിഗ്രഹാർത്ഥം ഓരോ ആയുധങ്ങൾ ധരിക്കുന്നതിനാൽ അതിനോടനുബന്ധിച്ചുള്ള നാമങ്ങൾ ദേവിക്കുണ്ട്. അതാണ് ഗഡ്ഗിനി, ശൂലിനി, ഗദിനി, ശംഖിനി, ചക്രിണി, ചാപിനി എന്നിവ. ഇവയെ വഹിച്ചിരിക്കുന്ന അല്ലയോ ദേവി, അമ്പ്, മുസ്രിണി, മുസ്രിണി എന്നാൽ മുൾത്തടി, പരിഘം എന്നീ ആയുധങ്ങൾ കൂടി അവിടുന്ന് ധരിക്കുന്നുവല്ലോ. സൗമ്യ സൗമ്യതരാശേഷ സൗമ്യേഭ്യസ്തുതി സുന്ദരി പരാപരാണാം പരമാ ത്വമേവ പരമേശ്വരി. ഹേ ദേവി, അവിടുന്ന് സൗമ്യയാകുന്നു. ചന്ദ്രനെ പോലെ പ്രിയദർശനങ്ങളായ വസ്തുക്കളിൽ വെച്ച് ഏറ്റവും സൗന്ദര്യശോഭയോടുകൂടിയ അതിസുന്ദരിയായി സ്ഥിതി ചെയ്യുന്ന ഹേ ദേവി, അവിടുന്ന് കാര്യകാരണങ്ങളുടെ ജനയിതാവായി ബ്രഹ്മാദികളുടെ നിയാമികയായി വർത്തിക്കുന്നു. ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു. യദ്യത് കിഞ്ചിത് ക്വചിത് വസ്തു സദസത്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സാത്വം കിം സ്തൂയസേ മയ. സത്തായോ അസത്തായോ ഉത്കൃഷ്ടമായോ നികൃഷ്ടമായോ സ്ഥൂലമായോ സൂക്ഷ്മമായോ ഏതു രൂപത്തിലായാലും ഈ ജഗത്തിൽ കാണുന്ന സർവത്തിൻ്റെയും ശക്തിയായി വർത്തിക്കുന്ന ഹേ ദേവി, അവിടുത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു. യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത് പാദാത്തിയോ ജഗത് സോപി നിദ്രാവശം നീത കസ്ത്വാം സ്തോതുമിഹേശ്വര. ജഗത്തിനെ സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംഹരിക്കുക എന്നീ കർമ്മങ്ങൾ നടത്തുന്ന ഭഗവാനെ പോലും ഹേ ദേവി അവിടുന്ന് നിദ്രാധീനനാക്കിയിരിക്കുന്നു. അവിടുത്തെ സ്തുതിക്കുവാൻ ആർക്കാണ് ശക്തിയുള്ളത്? വിഷ്ണു ശരീരഗ്രഹണ മഹാമീശാന ഏവച കാരിദാസ്തേ യഥോതസ്ത്വാം കം സ്തോതും ശക്തിമാൻ ഭവേത്. ഞാൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു എന്ന് എനിക്കും, അതായത് ബ്രഹ്മാവിനും, ജഗത് പരിപാലനം ചെയ്യുന്നത് ഞാനാണെന്ന് വിഷ്ണുവിനും, ഞാൻ ജഗത്തിനെ സംഹരിക്കുന്നുവെന്ന് ശിവനും അഭിമാനത്തെ ഉളവാക്കി അഹംബുദ്ധിയെ തോന്നിപ്പിക്കുന്ന ഹേ ദേവി, അവിടുത്തെ സ്തുതിക്കാൻ ശക്തരായിട്ട് ആരാണുള്ളത്? ഹേ ദേവി, അവിടുന്ന് ഉത്കൃഷ്ടങ്ങളായ പ്രഭാവങ്ങളോടുകൂടെ ഇരിക്കുകയാണല്ലോ. അവിടുന്ന് അനുഗ്രഹിക്കണം. ശത്രുക്കൾക്ക് തോൽപ്പിക്കുവാൻ സാധ്യമല്ലാതിരിക്കുന്ന ഈ മധുകൈടഭന്മാരായ അസുരന്മാരെ മോഹിപ്പിക്കണം. ഇതിനായി ഞാൻ നമസ്കരിക്കുന്നു.
ബ്രഹ്മാവ് വീണ്ടും ഇങ്ങനെ അഭ്യർത്ഥിക്കുന്നു, ലോക നിയാമകനായ അച്യുതൻ പ്രയാസം കൂടാതെ പ്രബോധത്തെ പ്രാപിക്കണം. അതായത് ഉണരണം, ഉറക്കത്തിൽ നിന്നും ഉണരണം. ഈ മഹാസുരന്മാരെ കൊല്ലുവാനായി തോന്നലുണ്ടാവുകയും വേണം. അപ്പോൾ ഋഷി പറയുന്നു, ബ്രഹ്മാവ് ഇങ്ങനെ ദേവിയെ സ്തുതിച്ചു. വിഷ്ണു ഭഗവാനെ ഋഷി കഥ പറയാണല്ലോ, അപ്പോൾ അങ്ങനെ പറയാണ്, ബ്രഹ്മാവ് ഇങ്ങനെ ദേവിയെ സ്തുതിച്ചു. വിഷ്ണു ഭഗവാൻ ഉണരുകയും മധുകൈടഭന്മാരെ കൊല്ലുകയും വേണമെന്നുള്ള ബ്രഹ്മാവിൻ്റെ ഹൃദയംഗമമായ അഭ്യർത്ഥനയെ ദേവി സ്വീകരിക്കുക തന്നെ ചെയ്തു. ഭഗവാൻ വിഷ്ണുവിൻ്റെ നേത്രം, മുഖം, നാസിക, ബാഹുക്കൾ, ഹൃദയം, ഉരസ് എന്നീ അവയവങ്ങളിൽ നിന്നും തമോ ഗുണപ്രധാനയായ ആ ദേവി അവതരിച്ചു. അവ്യക്ത ജന്മവാൻ, അതിൻ്റെ അർത്ഥം ജനനമാർക്കും നിശ്ചയമില്ലാത്ത, അങ്ങനെയുള്ളവൻ. അവ്യക്ത ജന്മവാനായ ബ്രഹ്മാവിന് കാണത്തക്ക വിധം ദേവി പ്രത്യക്ഷ രൂപിണിയായിട്ടാണ് അവതരിച്ചത്. പ്രളയ സമുദ്രത്തിലെ അനന്തതൽപ്പത്തിൽ ശയിച്ചുറങ്ങിക്കിടക്കുന്ന ഭഗവാൻ വിഷ്ണു നിദ്രയെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കുകയും ബ്രഹ്മാവിനെ നിഗ്രഹിക്കുവാൻ സന്നദ്ധരായി അതിവീര്യപരാക്രമികളായി കോപം കൊണ്ട് കണ്ണുകളും ചുവപ്പിച്ചു നിൽക്കുന്ന ദുഷ്ടബുദ്ധികളായ മധുകൈടഭന്മാരെ കാണുകയും ചെയ്തു. യുദ്ധകുശലനായ ഭഗവാൻ ശ്രീഹരി അനന്തശയനത്തിൽ നിന്നും എഴുന്നേറ്റ് മധുകൈടഭന്മാരുമായി 5000 വർഷം ബാഹുക്കൾ കൊണ്ട് മാത്രം, ആ കൈകൾ കൊണ്ട് മാത്രം യുദ്ധം ചെയ്തു. മധുകൈടഭന്മാർ മഹാമായയാൽ വിമോഹിതന്മാരായി തീർന്നു. തങ്ങളുടെ അതിശയനീയമായ ബലത്തിലുള്ള വിശ്വാസത്താൽ മതിമറന്നവരായിത്തീർന്ന മധുകൈടഭന്മാർ ഭഗവാന് വരം കൊടുക്കുവാൻ തീർച്ച ചെയ്തു. ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, എന്ത് വരമാണ് നിനക്ക് വേണ്ടത്, സ്വീകരിച്ചാലും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഭഗവാന് വരം കൊടുക്കാൻ സന്നദ്ധരായ അസുരന്മാർ നിൽക്കുകയാണല്ലോ, അവരോട് ഭഗവാൻ പറയാണ്, എന്നിൽ നിങ്ങൾ രണ്ടുപേരും സന്തുഷ്ടരായി എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മറ്റ് വരങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? യുദ്ധഭൂമിയിൽ ശത്രു നിഗ്രഹമാണ് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് വധിക്കണം. ഇങ്ങനെ ഒരു വരമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നിങ്ങനെ വിഷ്ണു ഭഗവാൻ അരുളി ചെയ്തു. അസുരന്മാർ വിഷ്ണുവിൻ്റെ ഈ വരസ്വീകരണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. തന്മൂലം അവർ വഞ്ചിതന്മാരായി തീർന്നു. അപ്പോൾ ജഗത്ത് മുഴുവൻ ജലമയമായി കണ്ട് അസുരന്മാർ വീണ്ടും ഇങ്ങനെ പറയുന്നു. അവരുടെ ത്രിവിധ കരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഭഗവാൻ മുൻകൂട്ടി സമാധാനം കണ്ടിട്ടുണ്ട് എന്ന് തൻ്റെ ദൃഷ്ടി വിക്ഷേപങ്ങൾ കൊണ്ട് വ്യക്തമാക്കി. മധുകൈടഭന്മാർ പറയാണ്, അപ്പോൾ ഭഗവാൻ അവരെ എന്ത് വിചാരിച്ചാലും അതിന് മറുപടി പറയാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് അവർക്ക് നിശ്ചയം. അപ്പോൾ അവർ പറയാണ്, ഈ അസുരന്മാർ മധുകൈടഭന്മാർ പറയാണ്, ഹേ വിഷ്ണു, നിന്റെ യുദ്ധത്തിൽ ഞങ്ങൾ പ്രീതന്മാരായി തീർന്നിരിക്കുന്നു. നീ ഞങ്ങളെ കൊല്ലുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു പോരായ്മയും ഉണ്ടാവില്ല. ഞങ്ങളെ കൊല്ലുവാൻ ഇതാ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പക്ഷേ പ്രളയസമുദ്രത്തിൽ ഭൂമി മുങ്ങിക്കിടക്കുകയാണ്. അവിടെ വെച്ച് ഞങ്ങളെ വധിക്കരുത്. പ്രളയജലത്താൽ പ്രക്ഷാളനം ചെയ്യപ്പെടാത്ത ഭൂമിയിൽ വെച്ച് വേണം ഞങ്ങളെ വധിക്കുവാൻ. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ വിഷ്ണു ശംഖചക്ര ഗദകളെ ധരിച്ച് ഭൂമിദേവിയുടെ ആവാസരംഗമായ തൻ്റെ ഊരുക്കളിൽ വെച്ച് മധുകൈടഭന്മാരെ, അവരുടെ ശിരസ്സിനെ ഭഗവാന്റെ സുദർശന ചക്രം കൊണ്ട് ഛേദിച്ചു. അവ്യക്തമായ ജന്മത്തോടു കൂടിയ ബ്രഹ്മാവിൻ്റെ ഘോരമായ ഭയത്തെ ഇപ്രകാരം മഹാവിഷ്ണു മധുകൈടഭന്മാരുടെ നിഗ്രഹം മൂലം നശിപ്പിച്ചു. ഹേ രാജശ്രേഷ്ഠ, ഭഗവാൻ വിഷ്ണു മധുകൈടഭന്മാരുടെ മേധസ്സുകൊണ്ട് ഭൂമിയെ ഉണ്ടാക്കി. മേധസ്സുകൊണ്ട് ഉണ്ടാക്കിയതിനാൽ ഭൂമിയെ മേദിനി എന്നു വിളിച്ചു വരുന്നു. പ്രളയജലപൂർണമായ ജലത്തിൽ ഇങ്ങനെ ഭൂമിയുണ്ടായി. ബ്രഹ്മാവിൻ്റെ സ്തുതി കാരണമായി ദേവി ഇങ്ങനെ അവതരിച്ചു. ഈ ദേവിയുടെ പ്രഭാവത്തെ ഇനിയും കേട്ടുകൊണ്ടാലും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ 1-ാമത്തെ അധ്യായം സമാപിച്ചു. ഓം ശ്രീ മഹാദേവേ നമഃ.